Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പാണ്. നീ ലെങ്തിൻ്റെ താഴെയായിട്ട് നല്ല ഗാദറിങ് വരുന്നതായിട്ടുള്ള ഒരു പുതിയ മോഡലിലുള്ള ഒരു എ ലൈൻ മോഡലിലുള്ളതായൊരു ടോപ്പാണ്. സ്ലീവ്സ് നല്ല ഗാദറിങ് വരുന്നതായ എൽബോ ലെങ്ത്തിലുള്ള സ്ലീവും റൗണ്ട് നെക്കുമാണ് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ള. ബാക്കിൽ നമ്മുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടൈ ചെയ്യുന്ന നോട്ടും കൂടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മളിന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ നമ്മളിന്ന് എടുത്തിട്ടുള്ളതായ മെറ്റീരിയൽ ഒരു സാരിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാരി പീസ് കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ള വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ അതാ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ യോക്ക് പോർഷനാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യോക്ക് പോർഷൻ്റെ മാർക്കിങ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് ആദ്യം യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലത്തെ നെക്ക് ഒന്നും കൂടി വൈഡായിട്ടും അതുപോലെ തന്നെ ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സാരി വെച്ചിട്ടാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ സാരി എന്ന് പറയുമ്പോൾ 5.5 മീറ്ററോളം തുണിയുണ്ട്. പക്ഷെ നമുക്ക് അത്രയും ആവശ്യം വന്നിട്ടില്ല. ഓൾറെഡി ബോർഡർ ഒരു വേറെ ഡിസൈനായിരുന്നു. അപ്പോൾ നമ്മളത് ഒമീറ്റ് ചെയ്തു. ബാക്കിയുള്ള ഭാഗത്തു നിന്നും കുറച്ചൊക്കെ നമ്മൾ ലീവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓൾറെഡി യൂസ് ചെയ്തതായ സാരീസ് ഉണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് അത്രയും കുറയും. പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടതായ കോസ്റ്റാണ് വേണ്ടി വരുള്ളൂ. സ്റ്റിച്ചിങ് കോസ്റ്റും തന്നെ പുതിയ മോഡൽസിനനുസരിച്ച് നല്ല റേറ്റ് വരുന്നുണ്ട്. എന്നാലും നല്ല പുതിയ മോഡൽസിൽ നമുക്ക് ഇഷ്ടമുള്ള തുണി കൊണ്ട് നമുക്ക് അടിച്ചിടാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ സാരീസോ നിങ്ങൾ യൂസ് ചെയ്യാതെ ഇരിക്കുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനൊരു പുതിയ ലുക്കിലേക്ക് മാറ്റിയിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. യോക്ക് പോർഷൻ നല്ല ഭംഗിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ യോക്ക് പോർഷൻ്റെ പീസ് വെച്ചിട്ടാണ് അതിൻ്റെ താഴത്തെ പോർഷൻ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ താഴത്തെ പീസ് 4ആയിട്ട് മടക്കിയിട്ടിട്ട് യോക്ക് പോർഷൻ്റെ ആ ഒരു ചെസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് എത്രയാണോ ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് താഴേക്ക് ചെരിച്ച് എത്രമാത്രം പ്ലെയേഴ്സ് വേണോ അത്രയ്ക്കും വീതിക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്കുള്ള പ്ലീറ്റ്സാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഏകദേശം ഒരു സാരിയുടെ താഴെയുള്ള ഫുൾ പ്ലീറ്റ്സും തന്നെ നമ്മൾ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻസാണ് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഫൈനലി നമ്മുടെ സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എൽബോ ലെങ്ത്തുള്ള സ്ലീവാണ്. നല്ല ഗാദറിങ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഓൾറെഡി നമ്മുടെ സ്ലീവ് ലെങ്ത്തിൻ്റെ ഒപ്പം തന്നെ ഒരു 5 ഇഞ്ചോ അല്ലെങ്കിൽ 6 ഇഞ്ചോ തുണി കൂടുതൽ വിട്ടാൽ മതി. ആ 6 ഇഞ്ച് തുണിയും നല്ല പ്ലീറ്റഡ് ആയിട്ടുള്ള നല്ല ഗാദറിങ് ആയിട്ടുള്ള സ്ലീവ് വെക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതേ ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് ടൈ ചെയ്യാനുള്ള റോപ്പും കൂടി കട്ട് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നല്ല ഭംഗിയിൽ എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നീ ലെങ്ത്തിൻ്റെ താഴെയായിട്ട് വരുന്ന ഫ്രിൽസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ബോട്ടം പോർഷനായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നമ്മൾ യോക്ക് പോർഷനും ബോട്ടം പോർഷനും തമ്മിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളുടെ ഫ്രോക്ക് നല്ല ഭംഗിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളുടെ നെക്കാണ്. ഒരു ക്രോസ് പീസ് എടുത്തിട്ട് നെക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ഷോൾഡേഴ്സ് രണ്ടും തന്നെ നല്ല ഭംഗിയിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ സ്ലീവ്സാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവ്സ് നല്ല ഗാദറിങ് വരുന്നതായ ഒരു മോഡലാണ്. നല്ല ഭംഗിയുണ്ട് ഇട്ടപ്പോൾ. അങ്ങനെ അതേ നമ്മുടെ സ്ലീവ്സും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് അടിച്ചു കൊടുക്കണം. അതിന് മുന്നായിട്ട് ബാക്കിലേക്ക് ടൈ ചെയ്യാനായിട്ടുള്ളൊരു റോപ്പും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ 2 സൈഡ്സും ജോയിൻ ചെയ്ത് നല്ല ഭംഗിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ന്യൂ മോഡൽ ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഓൺലൈനിൽ ഏകദേശം 650-700 ആ ഒരു റേഞ്ചിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ തയ്ച്ചെടുത്തിട്ടുള്ള. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഐറ്റംസായിട്ട് ഇനി നെക്സ്റ്റ് വീക്കിൽ കാണാം. ഫൈനലി നമ്മുടെ ഫ്രോക്ക് ഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.